ഹായ് ഫ്രണ്ട്സ്, പിന്നക്കൽ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. +1 കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. +1 ഒരു കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് കെമിക്കൽ ബോണ്ടിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് കെമിക്കൽ ബോണ്ടിങ്? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോണ്ടിങ്? നമ്മൾ പറയത്തില്ലേ, ചില ആളുകൾ അവർ നല്ല സ്ട്രോങ് ബോണ്ടിലാണെന്ന് പറയത്തില്ലേ. എന്താണ് ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബോണ്ട് മീൻസ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ സ്ട്രോങ് ബോണ്ട് ആണെങ്കിൽ അവിടെ ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റംസ് എന്ത് ചെയ്യുന്നറിയാവോ? പല പല ആറ്റംസ് കൂടിച്ചേർന്നിട്ട് ഒരു മോളിക്യൂളായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ഓഫ് എന്താണ്, അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. പല പല തിയറീസും ഈ കെമിക്കൽ ബോണ്ടിങ്ങിന് പിന്നിൽ ഉണ്ടായിരുന്നു. പല പല സയൻറ്റിസ്റ്റുകളും പല പല തിയറീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതുപോലെ ലൂയിസിൻ്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ VSEPR തിയറി, അതുതന്നെ MO തിയറി, VB തിയറി, അങ്ങനെ പല പല കൺസെപ്റ്റുകളും എവിടെ കൊണ്ടുവന്നു? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ കൊണ്ടുവന്നു. നമുക്ക് ലൂയിസിൽ നിന്ന് തുടങ്ങി നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, അവസാനിക്കുന്നതായിരിക്കും. നല്ല കൺസെപ്റ്റുള്ള ഒരു ചാപ്റ്ററാണ്, കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ആറ്റങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്? ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് പറയുന്നത് ബോണ്ടിങ്ങിലൊക്കെ ഏർപ്പെടുന്നത്? അത് പ്രകൃതിയുടെ ഒരു സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു നേച്ചറാണ്. എന്താണെന്നറിയാം നേച്ചർ എന്ന് പറയുന്നത്? എപ്പോഴും എനർജീനെ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എപ്പോഴും എനർജി എന്ത് ചെയ്യാൻ, കുറയ്ക്കാനാണ് എന്ത് ശ്രമിക്കുന്നത്? എല്ലാ വസ്തുക്കളും, അത് ആറ്റമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, എനർജിയെ കുറക്കാനാണ് ഈ നേച്ചറിലുള്ള, ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ആറ്റത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇരിക്കുന്ന ആറ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ഈ ആറ്റം കെമിക്കൽ ബോണ്ടിങ്ങിൽ വരാൻ നേരത്ത് എന്താകുമെന്നറിയാവോ? എനർജിയെ റിലീസ് ചെയ്യും. എനർജിയെ റിലീസ് ചെയ്യുമ്പോൾ അത് എന്തിൽ വരും? ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്യും, വരും. അങ്ങനെ എനർജിയെ റിലീസ് ചെയ്ത് അത് എന്തിൽ വരും? സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരും. അതിന് കെമിക്കൽ ബോണ്ടിങ് എന്താകുന്നു? വിധേയമാകുന്നു. കെമിക്കൽ ബോണ്ടിങ്ങിന് വിധേയമാകുന്നു. ഇതാണ് ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്ത്? കെമിക്കൽ ബോണ്ടിങ്. എന്തിനു വേണ്ടിയാണ് കെമിക്കൽ ബോണ്ടിങ്? ഇനി ചില മോളിക്യൂൾ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ചില ആറ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ബോണ്ടിങ്ങിൽ വരത്തില്ല. ചില ആറ്റങ്ങൾ തമ്മിൽ ബോണ്ടിങ് വരും. ഇതെങ്ങനെയാണ്? ഇതെന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൂയിസിൻ്റെ തിയറിയിൽ നിന്ന് തുടങ്ങാം. ലൂയിസ് 1916 പറഞ്ഞു. അദ്ദേഹം പറയത്രേ ഉള്ളൂ, ഈ ആറ്റം ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? അത് നോബിൾ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയാണ്. നോബിൾ ഗ്യാസിനെ പോലെ ആകാൻ വേണ്ടി. എന്താണ് നോബിൾ ഗ്യാസിനെ പോലെ ആകുന്നത്? അതെ, നോബിൾ ഗ്യാസ് സ്റ്റേബിൾ ആണ്. നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആറ്റങ്ങൾ ബോണ്ടിങ്ങിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആറ്റം എന്തിൽ ഏർപ്പെടുന്നത്? ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഹീലിയത്തിൻ്റെ കേസ് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം. അവിടെ 2 ആണ് വരുന്നത്, രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ 2 അല്ലെങ്കിൽ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയാണ് ആറ്റങ്ങൾ എന്തിൽ വരുന്നത്? ബോണ്ടിങ്ങിൽ വരുന്നത്. ഇതിനെയാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ കൺസെപ്റ്റാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ 2 തരം ബോണ്ടിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ അയോണിക് ബോണ്ടും, രണ്ടാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടുമാണ്. അയോണിക് ബോണ്ട് എന്താണ്? അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൂയിസിൻ്റെ ഇത് പ്രകാരം ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സോഡിയവും അതുപോലെ തന്നെ ക്ലോറിനും. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത്? സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോ 7 ഇലക്ട്രോൺ ഉള്ളത്. സോഡിയം എന്ത് ചെയ്യും? 1 ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? ക്ലോറിന് കൊടുക്കും. അങ്ങനെ സോഡിയത്തിന് എന്ത് ചാർജ് ആവും? സോഡിയത്തിന് പോസിറ്റീവ് ചാർജും, ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആകുന്ന നേരത്ത് സോഡിയത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവും. ഈ ഇലക്ട്രോൺ ആർക്കാണ് കിട്ടുന്നത്? ക്ലോറിനല്ലേ കിട്ടുന്നത്. ക്ലോറിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവും ഈ നെഗറ്റീവ് അയോൺസും തമ്മിൽ എന്തിൽ വരും?
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അയോണിക് ബോണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? അയോണിക് ബോണ്ടിൽ സംഭവിക്കുന്നത് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും ഒരാറ്റത്തിൽ നിന്നും അടുത്തൊരാറ്റത്തിലോട്ട്. ഇലക്ട്രോൺ പോകുന്ന ആറ്റത്തിന്, അല്ലെങ്കിൽ ഇലക്ട്രോൺ എവിടെ നിന്നാണോ പോകുന്നത് ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും, ഇലക്ട്രോൺ ആരാണോ സ്വീകരിക്കുന്നത് ആ ആറ്റത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഈ രണ്ട് അയോൺസും കൂടെ കൂടിച്ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. ഇതാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു തരം ബോണ്ടാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് ആകുന്നത്? കോവാലന്റ് ബോണ്ടിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോണിനെ എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല അങ്ങോട്ടേക്ക്. നീ എടുത്തോളാന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. പിന്നെ എന്താ അവിടെ നടക്കുന്ന ഷെയറിംഗ് ആണ് നടക്കുന്നത്. അതായത് കൊടുത്തു പക്ഷെ കൊടുത്തില്ല, ആ രീതിയിൽ. ഇപ്പം ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് കൊടുക്കും പക്ഷേ കൊടുക്കത്തില്ല. ഇന്നാടെ പിടിച്ചോന്ന് പറഞ്ഞ് വെക്കും പക്ഷെ കൊടുക്കത്തില്ല. അവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇന്നാടെ പിടിച്ചോന്ന് വെക്കും. രണ്ടുപേരും കൂടി ആ ഇലക്ട്രോണെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അവിടെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഒരിക്കലും ഇലക്ട്രോണിനെ പൂർണ്ണമായും എന്ത് ചെയ്യത്തില്ല? വിട്ടുകൊടുക്കത്തില്ല. നമുക്കൊരു എക്സാമ്പിൾ എന്ത് ചെയ്യാം? കാണിച്ചു തരാം. കോവാലന്റ് ബോണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. CH4. നമുക്കറിയാം കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണാണ് ഉള്ളത് അല്ലേ? ഇനി ഇത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ വേണം? ഇനി 4 ഇലക്ട്രോൺ കൂടെ വേണം. എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? ഒരു ഇലക്ട്രോൺ. ഇവിടെയും ഒരു ഹൈഡ്രജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? ഒരു ഇലക്ട്രോൺ. ഇവിടെയും ഹൈഡ്രജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? ഒരു ഇലക്ട്രോൺ. എന്ത് ചെയ്യുന്നറിയാവോ? ഈ ഹൈഡ്രജൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ മതി. 2ഓ 8ഓ, ഞാൻ നേരത്തെ പറഞ്ഞു 2ഓ 8ഓ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ കാർബണിൻ്റെ ഈ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കടം മേടിക്കും. ഇനി ഈ ഹൈഡ്രജനോ കാർബണിൻ്റെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് കടം മേടിക്കും. ഈ ഹൈഡ്രജനോ കാർബണിൻ്റെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് കടം മേടിക്കും. ഈ ഹൈഡ്രജൻ, അങ്ങനെ ഹൈഡ്രജൻ്റെ ഒക്ടറ്റ് എന്തായി? കംപ്ലീറ്റ് ആയി. ഇനി കാർബൺ എന്താ? ഈ ഹൈഡ്രജൻ ഈ ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? കാർബണിന് കൊടുക്കും. ഈ ഹൈഡ്രജൻ ഈ ഇലക്ട്രോണിന് കൊടുക്കും. ഈ ഇലക്ട്രോൺ അങ്ങനെ കാർബൺ ഇപ്പോൾ എത്ര ഇലക്ട്രോണായി? 8 ഇലക്ട്രോൺ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. കണ്ടോ? ഈ ഇലക്ട്രോൺ കാർബൺ അവകാശപ്പെട്ടയാണ്, ഹൈഡ്രജൻ അവകാശപ്പെട്ടയാണ്. ഈ ഇലക്ട്രോൺ കാർബൺ അവകാശപ്പെട്ടയാണ്, ഹൈഡ്രജൻ എന്താണ്? അവകാശപ്പെട്ടയാണ്. അവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. മറ്റേടത്ത് ഇലക്ട്രോൺ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ കോവാലന്റ് ബോണ്ടിൽ ഇലക്ട്രോണിൻ്റെ ഷെയറിങ്ങും അയോണിക് ബോണ്ടിൽ ഇലക്ട്രോണിൻ്റെ എന്താണ്? ട്രാൻസ്ഫറിങ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ, നമുക്കിനി ലൂയിസ് സ്ട്രക്ചറിനെ കുറിച്ച് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ലൂയിസ് സിംബലിലോട്ട് പോവാം. എന്താണ് ലൂയിസ് സിംബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം ശ്രദ്ധിക്കുക. 2 ആറ്റങ്ങൾ തമ്മിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനെ തീരുമാനിക്കുന്നത് ആ ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. എന്തിനെ തീരുമാനിക്കുന്നത്? 2 ആറ്റങ്ങൾ തമ്മിൽ കെമിക്കൽ ബോണ്ടിൽ വരണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആരാണ്? കെമിക്കൽ ബോണ്ടിങ്ങിനെ തീരുമാനിക്കുന്ന ആരാണ്? വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ്. അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ ആണ് ഒരു ആറ്റം കെമിക്കൽ ബോണ്ടിങ്ങിൽ വരണോ വേണ്ടിയോ എന്ന് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൂയിസ് എന്ത് ചെയ്യുന്നറിയാവോ? ഈ വാലൻസ് ഇലക്ട്രോണിനെ ഡോട്ടായിട്ട് എന്ത് ചെയ്തു? സിംബോളിക്കലായിട്ട് എന്ത് ചെയ്തു? റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഡോട്ട് ഇട്ട് കാണിച്ചു. ഇനി ഹൈഡ്രജൻ കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത വരുന്നതാണ് ഹീലിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്ത ലിഥിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ആണുള്ളത്. അതിനുശേഷമാണ് എന്ത്? ബെർലിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് ബോറോണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അതിനുശേഷം എന്താണ്? കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനുശേഷം വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാർബൺ കഴിഞ്ഞാൽ നൈട്രജൻ, അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ ഓക്സിജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടോ? ഇങ്ങനെ ഡോട്ടിട്ടാണ് ലൂയിസ് എന്ത് ചെയ്തത്? അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. ലൂയിസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസിനെ അതിന് ചുറ്റും എന്ത് ചെയ്തു? കുത്തിട്ട് എന്ത് ചെയ്തു? കാണിച്ചു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത്
അയോണിക് ബോണ്ടിനെ കുറിച്ചാണ്. എന്താണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ട്രാൻസ്ഫറിങ് ഓഫ് എന്താണ്? ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. ഇവിടെ അയോണിക് ബോണ്ടിൽ ഏർപ്പെടുന്നവരാണ് മെറ്റലും അതുപോലെ തന്നെ നോൺ മെറ്റലുമാണ്. മെറ്റലും നോൺ മെറ്റലുമാണ് അയോണിക് ബോണ്ടിൽ എന്ത് ചെയ്യുന്നത്? ഏർപ്പെടുന്നത്. അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? അയോണിക് ബോണ്ടിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് മെറ്റലും പ്ലസ് ആരാണ്? നോൺ മെറ്റലാണ്. നോൺ മെറ്റൽ. ഇവിടെ സംഭവിക്കുന്നത് ഈ മെറ്റലിൽ നിന്നും എന്ത് ചെയ്യും? ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നോൺ മെറ്റലിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺ നോൺ മെറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മെറ്റലിൻ്റെ ചാർജ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആകുകയും നോൺ മെറ്റലിൻ്റെ ചാർജ് എന്താവും? നെഗറ്റീവ് ചാർജ് ആക്കി മാറുകയും അവർ തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ട് അറിയാവുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? NaCl, ഉപ്പ്. ഓക്കെ, അപ്പോൾ NaCl എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. NaCl എങ്ങനെ ഉണ്ടാകുന്നു? അവിടെ മെറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സോഡിയമാണ് മെറ്റൽ എന്ന് പറയുന്നത് അല്ലേ? സോഡിയത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടമാവും. അപ്പോൾ സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടമായി കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സോഡിയത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ദെൻ ഈ ഇലക്ട്രോണിനെ ആരക്സെപ്റ്റ് ചെയ്യും? നമ്മുടെ ക്ലോറിൻ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറിൻ്റെ ചാർജ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ എന്താണ് ഈ നെഗറ്റീവ് ചാർജും, ഈ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ചാർജും കൂടെ എന്തിൽ വരും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമുക്കറിയാവുന്നതാണ് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ് ആയ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഇരിക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജ് തമ്മിൽ എന്ത് വരും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. നമ്മുടെ മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും ഇരിക്കുമ്പോൾ അട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഇരിക്കുമ്പോൾ എന്ത് വരും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിനകത്ത് ഈ ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചാർജ് Q1 ഈ ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? Q2 ആണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവരുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 6 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? F is equal to a constant K into Q1 Q2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? R² ആയിരിക്കും ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കാണുന്ന പോലൊന്നുമല്ല, ഈ ബോണ്ടിന് പ്രത്യേകതയുണ്ട്. ഇതെന്താണ്? സ്ട്രോങ് ബോണ്ടാണ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്? നമ്മുടെ കൊവാലൻ്റ് ബോണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ബോണ്ടാണ്. സ്ട്രോങ് ബോണ്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോഴ്സും എന്തായിരിക്കും? സ്ട്രോങ് ഫോഴ്സ് ആയിരിക്കും ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ട് എന്ത് ചെയ്യാം? പോകാം. MgCl2 എന്ന് പറയുന്ന അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോവാം. MgCl2. ഓക്കെ, MgCl2 അവിടെ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? Mgയും Cl എന്താണ്? നോൺ മെറ്റലാണ് അല്ലേ? അവിടെ സംഭവിക്കുന്നത് Mg എന്തെന്നറിയാം? Mg ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. അപ്പോൾ Mg എന്തായിട്ട് മാറും? Mg2+ ആവുകയും പ്ലസ് എന്താണ്? ഇലക്ട്രോൺ. മനസ്സിലായോ? ഇനി ക്ലോറിൻ എന്താ സംഭവിക്കുന്നത്? ക്ലോറിൻ ഈ വന്ന ഈ 2 ഇലക്ട്രോണിനെ, ഇപ്പോൾ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ആയി മാറുകയും ചെയ്യും. ഇതിനകത്ത് 2 ക്ലോറിൻ ഉണ്ട്. ഓരോ ക്ലോറിൻ ഓരോ ഇലക്ട്രോൺ വെച്ചെടുക്കുകയും അപ്പോൾ എന്താണ്? Cl-, പിന്നെ അടുത്ത എന്താണ്? Cl-. ഈ Mg2+ഉം അതുപോലെ തന്നെ Cl2- എന്ത് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ വരികയും ഇവിടെ MgCl2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ നമുക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അവിടെ എന്താ സംഭവിക്കുന്നത്? Mg2+ഉം Cl2- കൂടെ ചേർന്നിട്ട് അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? MgCl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും, ഒരു മോളിക്യൂൾ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അയോണിക് ബോണ്ടിൻ്റെ ലൂയിസ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. നമുക്ക് ആദ്യം എന്താണ്? NaCl-ൻ്റെ ലൂയിസ് സ്ട്രക്ചർ നോക്കാം. NaCl-ൻ്റെ ലൂയിസ് സ്ട്രക്ചർ. ജസ്റ്റ് ലൂയിസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ ഇലക്ട്രോൺ മാത്രമേ നമ്മൾ എവിടെ വരക്കത്തുള്ളൂ? ലൂയിസ് സ്ട്രക്ചറിനകത്ത് വരക്കത്തുള്ളൂ. ബാക്കിയുള്ള
ഒന്നും നമ്മൾ എന്ത് ചെയ്തില്ല, ഇൻ്റർമോസ്റ്റ് സെല്ലിൽ കിടക്കുന്ന ആരെ നമ്മൾ എന്ത് ചെയ്തില്ല, പരിഗണിക്കത്തില്ല. അതിനെ നമ്മൾ കേണൽ എന്നാണ് വിളിക്കുന്നത്. അതിനൊന്നും നമ്മൾ പരിഗണിക്കത്തില്ല. നമ്മൾ നോക്കുന്ന ആരെ മാത്രമാണ്, ഔട്ടർ മോസ്റ്റ് സെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസിനെ മാത്രം. ഓക്കെ, സോഡിയം, നമുക്ക് സോഡിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോഡിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട് ഔട്ടർ മോസ്റ്റ് സെല്ലിൽ? സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ ആണ് എന്തുള്ളത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നറിയാമോ, ക്ലോറിന് വിട്ടുകൊടുക്കും. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ നമുക്കറിയാം എത്ര ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ ആണ് ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ളത്. 1 2 3 4 5 6 7 ഇലക്ട്രോൺ. എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്, അവിടെ സോഡിയത്തിന് ചാർജ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ചാർജ് ആവുകയും ഈ ഇലക്ട്രോൺ അങ്ങോട്ട് കിട്ടത്തില്ലേ, ഇങ്ങോട്ട് കിട്ടുമ്പോൾ ക്ലോറിന് എന്ത് ചാർജ് ആവും, പോസിറ്റീവ് ചാർജ് ആവുകയും ഈ ഇലക്ട്രോൺ, ഈ ക്രോസിറ്റ് കാണിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വന്ന ഇലക്ട്രോൺ ആണ്. ബാക്കി 1 2 3 4 5 6 7 8. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് MgCl2ൻ്റെ ലൂയിസ് സ്ട്രക്ചർ എന്ന് വരച്ച് നോക്കാം. അവിടെ എന്താ സംഭവിക്കുന്നത്, Mgയുടെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ആണുള്ളത്. ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ക്ലോറിന് വിട്ടുകൊടുക്കും അല്ലേ. എത്ര ക്ലോറിനുണ്ട്, 2 ക്ലോറിനാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു, 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, Mgക്ക് എന്താവും, പോസിറ്റീവ് ചാർജ് കിട്ടുകയും ഇവിടെ ക്ലോറിനോ, ഈ ക്ലോറിനിപ്പോൾ 1 ഇലക്ട്രോണെ കിട്ടിക്കഴിഞ്ഞു. ഈ ക്രോസിറ്റ് കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺ ആണ്, ക്രോസിറ്റ് കാണിച്ചിരിക്കുന്ന കിട്ടിയ ഇലക്ട്രോൺ ആണ്. ഇനി ചാർജ് എന്താവും, നെഗറ്റീവ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അയോണിക് ബോണ്ടിനകത്ത് ഏതൊക്കെ എനർജിയുടെ ടേംസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ മെറ്റൽ എടുക്കാം. മെറ്റലിൻ്റെ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും അറിയാം. മെറ്റൽ എന്താ ചെയ്യുന്നത്, മെറ്റൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും, മെറ്റൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറും, അത് പോസിറ്റീവ് ചാർജായിട്ട് മാറും. ഒരു ആറ്റത്തിൽ നിന്നും, ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ പുറത്തു പോവുകയാണെങ്കിൽ ആ എനർജിയുടെ ടൈമിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താണ്, അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഒരു മെറ്റലിൽ നിന്നും ഒരു ഇലക്ട്രോൺ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ, മെറ്റലിൽ നിന്നും ഇലക്ട്രോൺ എന്താണ് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് എനർജി എന്ത് ചെയ്യണം, കൊടുക്കണം. എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. ഒരു ആറ്റത്തിന് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ ഇലക്ട്രോൺ എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തു വരത്തുള്ളൂ. അതായത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ നിന്നും ഇലക്ട്രോൺ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ, അതായത് അയണൈസേഷൻ, അതായത് ഇൻഫിനിറ്റി ഓർബിറ്റിലോട്ട് ഒരു ഇലക്ട്രോൺ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം. എനർജി സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇലക്ട്രോൺ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ നിന്ന് ചാടി പുറത്തു വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്, അബ്സോർപ്ഷൻ ഓഫ് എന്താണ്, എനർജിയാണ്. ഈ മെറ്റൽ എനർജീനെ അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ പുറത്തോട്ട് വരുന്നത്. ഇനി അടുത്തത് നോൺ മെറ്റലിൻ്റെ കേസാണെങ്കിലോ, നോൺ, അപ്പോൾ ഒന്നാമത്തെ എനർജി എന്ന് പറയുന്നത് എന്താണ്, അയണൈസേഷൻ എൻതാൽപ്പി. രണ്ടാമത്തെ എനർജി ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്, നോൺ മെറ്റലുമായിട്ട് റിലേറ്റ് ചെയ്താണ്, നോൺ മെറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത എനർജിയാണ്. നോൺ മെറ്റൽ എന്താ സംഭവിക്കുന്നത്, നോൺ മെറ്റൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും, നെഗറ്റീവ് അയോണായിട്ട് മാറും. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, നെഗറ്റീവ് അയോണായിട്ട് മാറും. അപ്പോൾ നോൺ മെറ്റൽ എന്താ സംഭവിക്കുന്നത്, അത് ഇപ്പോൾ ഞാൻ നോൺ മെറ്റലിനെ എക്സ് എന്ന് വിളിക്കുന്നു, നോൺ മെറ്റൽ എന്ത് വിളിക്കുന്നു, എക്സ് എന്ന് വിളിക്കുന്നു. അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചാർജായിട്ട് മാറുന്നു, നെഗറ്റീവ് ചാർജായിട്ട് മാറുന്നു. അപ്പോൾ നോൺ മെറ്റലിൻ്റെ കേസിൽ എന്ത് എനർജി ഉള്ളത്, ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോണിനെ നമ്മളൊരു മെറ്റലിലോട്ട്, നോൺ മെറ്റലിലോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്നും എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. മറ്റേടത്ത് എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു മെറ്റലിലോട്ട് ഒരു ഇലക്ട്രോണിനെ നമ്മൾ കൊടുക്കാൻ നേരത്ത് ഈ മെറ്റലിൽ നിന്നും എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അവിടെ അബ്സോർപ്ഷൻ ആണെങ്കിൽ ഇവിടെ എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അവിടെ അബ്സോർപ്ഷൻ ഓഫ് എനർജി ആണെങ്കിൽ ഇവിടെ എന്താണ്, റിലീസ് ആയിരിക്കും. എനർജീനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി മൂന്നാമതൊരു ടേമും കൂടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ എന്തായിരുന്നു? അബ്സോർപ്ഷൻ ഓഫ് എനർജിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ എനർജിയാണ് എന്തെന്ന് പറയുന്നത്? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ മെറ്റലിലോട്ട് ഇലക്ട്രോൺ നമ്മൾ കൊടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ആറ്റത്തിലോട്ട് ഇലക്ട്രോൺ നമ്മൾ കൊടുക്കാൻ നേരത്ത് ആ ആറ്റത്തിൽ നിന്നും എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ഇനി അടുത്ത എന്താണ്? മൂന്നാമത്തെയാണ് ഈ രണ്ട് മെറ്റൽ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. ഒരു മെറ്റലും ഈ നോൺ മെറ്റലും, അതായത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും കൂടെ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് അയോണും അതുപോലെ തന്നെ നെഗറ്റീവ് അയോണും കൂടെ കൂടിച്ചേർന്നിട്ട് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഇതും എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. പക്ഷേ ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരുന്നു? ഗേഷ്യസ് ആണ്. ഇതെന്താണ്? ഗേഷ്യസ് ആണ്. ഇതെല്ലാം ഗേഷ്യസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടേം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗേഷ്യസ് ആറ്റങ്ങൾ അല്ലെങ്കിൽ ഗേഷ്യസ് അയോൺ തമ്മിൽ എന്ത് ചെയ്യുന്നു? എന്തിൽ വരുന്നു? കെമിക്കൽ ബോണ്ടിങ് അയോണിക് ബോണ്ടിൽ വരികയും ഈ അയോണിക് ബോണ്ടിൽ വരാൻ നേരത്ത് ഇവരെന്തായിട്ട് മാറും? സോൾഡ് ആയിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ഇവർ സോൾഡ് ആയിട്ട് മാറുന്നത്? ഒരിക്കലും ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇവരെന്താണ്? സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇവരെന്തല്ല? സ്റ്റേബിൾ അല്ല. അപ്പോൾ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാവോ? ഇവർ എനർജീനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. എനർജീനെ പിന്നെ എന്ത് ചെയ്യും? റിലീസ് ചെയ്തിട്ട് ഇവരെന്തിൽ വരും? സോളിഡ് സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി എനർജീനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇവിടെയും എന്താണ്? റിലീസിങ് ഓഫ് എന്താണ്? എനർജിയാണ്. എനർജീനെ ഇവിടെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന എനർജീനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്? ഈ ഗേഷ്യസ് അയോൺസ് എന്താണ്? കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ആ കോമ്പൗണ്ട് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? എനർജീനെ റിലീസ് ചെയ്യും. അങ്ങനെ എനർജി റിലീസ് ചെയ്തിട്ട് അവർ എന്ത് സ്റ്റേറ്റിലാവും? സോളിഡ് സ്റ്റേറ്റിലായിട്ട് മാറുന്നു. അപ്പോൾ അതിന് വേണ്ട എനർജിയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്? ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഒരു മോൾ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ ഗ്യാഷ്യസ് അയോൺ തമ്മിൽ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തിട്ട് ഒരു മോൾ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ നിന്ന് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എന്ന് വിളിക്കുന്നത്. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോളിഡ് സ്ട്രക്ചർ എടുത്ത് വെച്ചു, NaCl സോളിഡ് സ്ട്രക്ചർ എടുത്ത് വെച്ചു. ഇതിനെ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് ഇതിനെ Na+ഉം Cl- ഗ്യാസ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി ഉണ്ടല്ലോ, ആ എനർജിയും എന്തിന് ഈക്വൽ ആയിരിക്കും? ലാറ്റിസ് എനർജിക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ് ലാറ്റിസ് എനർജി എന്ന് വെച്ചാൽ ഗേഷ്യസ് അയോൺസ് എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അങ്ങനെ കോമ്പൗണ്ട് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എനർജീനെ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് എനർജീനെ റിലീസ് ചെയ്യുന്നത്? അത് സ്റ്റേബിൾ ആകാൻ വേണ്ടി എനർജീനെ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, അയോണിക് ബോണ്ട്, ഏറ്റവും നല്ല ഒരു അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതായത് നല്ലൊരു മെറ്റലും നല്ലൊരു നോൺ മെറ്റലും തമ്മിൽ മാത്രമേ നല്ലൊരു അയോണിക് ബോണ്ട് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അയോണിക് ബോണ്ട് ഏറ്റവും സ്ട്രോങ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കണം. മെറ്റലിൻ്റെ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കണം. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഒരു എക്സാമ്പിളോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് ഓക്കെ, NaF, NaCl, NaBr, NaI. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും മെറ്റൽ എന്താണ്? സെയിമാണ്. ഇവിടെ എല്ലായിടവും മെറ്റൽ എന്താണ്? സോഡിയം തന്നെ ആയതുകൊണ്ട് മെറ്റലാണ് സെയിം ആണ്. അപ്പോൾ നമുക്കിനി നോൺ മെറ്റൽ നോക്കിയാൽ മതി. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവിടെ ഈ നോൺ മെറ്റലിൻ്റെ കേസെടുക്കാൻ നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്ന നേരത്തെ ഇവരെല്ലാം ഒരേ ഗ്രൂപ്പിൽ ആൾക്കാരല്ലേ, ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകാൻ തോറും എന്താ സംഭവിക്കുന്നത്? നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ താഴോട്ട് പോകും തോറും എന്താ സംഭവിക്കുന്നത്? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും.
നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും നോൺ മെറ്റാലിക് എന്ന് പറയുന്നത് ആരായിരിക്കും, അയഡിൻ ആയിരിക്കും. അപ്പോൾ അയഡിൻ്റെ അയോണിക് ബോണ്ട് എന്തായിരിക്കും, വെരി വീക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും നല്ല അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, NaF ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഏറ്റവും നല്ല അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ NaF, അത് കഴിഞ്ഞ് NaCl, അത് കഴിഞ്ഞ് NaBr, അതെന്താണ്, അത് കഴിഞ്ഞിട്ട് NaI. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഒരു അയോണിക് ബോണ്ട്. ഏറ്റവും നല്ലൊരു അയോണിക് ബോണ്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതിൽ ഏതാണ് നല്ലൊരു അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്, ഒരു നല്ലൊരു അയോണിക് ക്യാരക്ടർ കാണിക്കുന്നത്, ഇതിൽ ഏത് കോമ്പൗണ്ടാണ് നല്ലൊരു അയോണിക് ക്യാരക്ടർ കാണിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇവിടെ എല്ലായിടവും നോൺ മെറ്റൽ എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്കിനി ആര് നോക്കിയാൽ മതി, മെറ്റാലിക് ക്യാരക്ടർ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം മെറ്റാലിക് ക്യാരക്ടർ കൂടുമ്പോഴത്തേക്കും അത്രയും നല്ല അയോണിക് ക്യാരക്ടർ എന്ത് ചെയ്യും, കാണിക്കും. അപ്പോൾ അയോണിക് ക്യാരക്ടർ കൂടണമെന്നുണ്ടെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. നോക്കിയേ, ഒരു ഗ്രൂപ്പിലെ എലമെൻ്റ് അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവിടെ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്ന നേരത്തും എന്താ സംഭവിക്കുന്നത്, മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നല്ലൊരു മെറ്റൽ ആരായിരിക്കും, റുബീഡിയം ആയിരിക്കും നല്ല ഒരു മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ RbCl ആണ് ഏറ്റവും നല്ല ഒരു എന്തെന്ന് പറയുന്നത്, അയോണിക് ക്യാരക്ടർ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും, ഇതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് അയോണിക് കോമ്പൗണ്ടിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. അയോണിക് കോമ്പൗണ്ടിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് കാണുന്നത്, സോളിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത് അല്ലേ. അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, അയോണിക് കോമ്പൗണ്ടിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എന്തായിരിക്കും, കൂടുതലായിരിക്കും. മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതിനെ നമുക്ക് ഉരുക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ ഉപ്പിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉരുക്കാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് വെള്ളത്തിൽ കലക്കാൻ പറ്റും. ഉപ്പിനെ നമുക്ക് വെള്ളത്തിൽ കലക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും ഉപ്പിനെ ഉരുക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. നിങ്ങൾ ചട്ടിക്കകത്തിട്ട് ഉപ്പിനെ വറുത്ത് നോക്കിയോ, ഉപ്പ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഉരുകത്തില്ല. അത് അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ചു പോകും. ഉപ്പിനെ നമുക്ക് ഉരുക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് ഉപ്പിനെ ഉരുക്കാൻ കഴിയാത്തത്? കാരണം നമുക്കറിയാം, അവിടുത്തെ അയോണിക് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ട് വളരെ സ്ട്രോങ് ബോണ്ടാണ്. കാരണം അവിടുത്തെ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ബോണ്ടാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമുക്കൊരു ഗ്യാസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബോണ്ടിനെ ബ്രേക്ക് എന്ത് ചെയ്യണം, ഈ അയോൺസിനെ റിലീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യത്തുള്ളൂ, പഴയ അവസ്ഥയിലോട്ട് മാറത്തുള്ളൂ, ഗ്യാസ് ആകത്തുള്ളൂ. അപ്പോൾ ഈ ബോണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ വളരെ വലിയൊരു എമൗണ്ട് ഓഫ് എന്ത് കൊടുക്കേണ്ടി വരും, എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അയോണിക് ബോണ്ട് എന്താണ്, ഭയങ്കര സ്ട്രോങ് ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി നമ്മൾ കണ്ടക്ടിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ, നമ്മുടെ അയോണിക് കോമ്പൗണ്ട് ഒരു ബാഡ് കണ്ടക്ടറാണ്. അതായത് ഇലക്ട്രിസിറ്റിനെ കടത്തിവിടത്തില്ല. എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് എന്താണ്, ചാർജാണ്. അപ്പോൾ ചോദിക്കാം, Na+ഉം Cl- ഒക്കെ ഇല്ലേ? ശ്രദ്ധിക്കുക, ഒരു അയോണിക് കോമ്പൗണ്ടിനകത്ത് Na+ഉം Cl- ഒന്നിച്ചാണ് ഇരിക്കുന്നത്, സെപ്പറേറ്റ് അല്ല, ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ചാർജിനെയും നെഗറ്റീവ് ചാർജിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റ് ആണെങ്കിൽ അവിടെ എന്ത് നടക്കും, കണ്ടക്ഷൻ നടക്കും. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നെങ്കിൽ ഉരുക്കണം, മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കണം, അക്വ സ്റ്റേറ്റ്. അപ്പം മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വ സ്റ്റേറ്റിലോ ഇവരെന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. സോ നമ്മളിതിനെ എന്ത് ചെയ്യുന്നു, വെള്ളത്തിയിട്ട് കലക്കി കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്, അത് Na+ഉം Cl- ആയിട്ട് മാറും. Na+ഉം Cl- ആയിട്ട് മാറും. അത് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ കലക്കാൻ നേരത്ത് അത് Na+ഉം Cl- ആയിട്ട് മാറുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഒരു പ്രത്യേകതയാണത്, ഒരു പ്രോപ്പർട്ടിയാണത്. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ എയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ സ്പേസിൽ കാണിക്കുന്ന ഫോഴ്സിനേക്കാൾ വളരെ കുറഞ്ഞ ഫോഴ്സ്, വളരെ വീക്ക് ഫോഴ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ അക്വ സ്റ്റേറ്റിൽ. അതായത് നമ്മൾ Na+ സോഡിയം ക്ലോറൈഡിനെ NaCl വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ Na+ഉം Cl- എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ അക്വ സ്റ്റേറ്റിൽ
അല്ലെങ്കിൽ വാട്ടറിൽ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ 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 എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് എയറിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലും വാട്ടറിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, കുറവായതുകൊണ്ട് തന്നെ ഇവർ Na+ഉം Cl- ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ Na+ഉം Cl- ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ചാർജ് ഉണ്ടല്ലോ, ഈ ചാർജ് എന്തിനു സഹായിക്കും, കണ്ടക്ഷൻ എന്ത് ചെയ്യും, സഹായിക്കും. അതുകൊണ്ട് തന്നെ മോൾട്ടൺ സ്റ്റേറ്റിലും അക്വ സ്റ്റേറ്റിലും ഇത് നല്ലൊരു കണ്ടക്ടറാണ്. പക്ഷേ സോളിഡ് സ്റ്റേറ്റിൽ ഇവരെന്താണ്, ഒരു ബാഡ് കണ്ടക്ടറാണ്. അതുപോലെ തന്നെ ഈ അയോണിക് ബോണ്ടിൻ്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, വളരെ വളരെ ഫാസ്റ്റ് ടൈം ആയിരിക്കും. 10⁻⁻6 സെക്കൻഡ് അല്ലെങ്കിൽ -8 സെക്കൻഡ് ഒക്കെ കൊണ്ട് റിയാക്ഷൻ പെട്ടെന്ന് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് റിയാക്ഷനാണ് എവിടെ നടക്കുന്നത്, നമ്മുടെ അയോണിക് കോമ്പൗണ്ടിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയോണിക് കോമ്പൗണ്ടുമായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലാറ്റിസ് എനർജിനെ കുറിച്ച് ഡെപ്തിൽ എന്ത് ചെയ്യാൻ പഠിക്കാം. ലാറ്റിസ് എനർജി നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതിനൊരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിച്ച് എങ്ങനെ ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.